സത്യം പറയടാ, നീ എന്നെ കണ്ട് ഒളിച്ചതല്ലേ? ഗൂഗിൾ മാപ്പിൽ ബാത്റൂം സെർച്ച് ചെയ്ത് വന്ന് പെട്ടതാ സാറേ. ജയിച്ചല്ലോ. ഇനി അന്ന് പറഞ്ഞ പ്ലാൻ നടപ്പാക്കുമോ? തീർച്ചയായും. 5 വർഷത്തേക്ക് മുങ്ങുന്ന ഒരു പ്ലാനായിരുന്നു അത്. ഇന്നാടി നീ പറഞ്ഞ ഫുൾ മന്തി. എനിക്ക് ഫുള്ളും നിനക്ക് മന്തി പോരെ? അസുഖമുള്ള പോത്തിന് പകരം ഭർത്താവിനെ കൊണ്ടുവന്നത് എന്തിനാ? വഴക്കിടുമ്പോൾ ഇതാണ് ഞാൻ പോത്തേന്നാ വിളിക്കാറുള്ളത്. ദാണ്ടെ ഇത് കണ്ടോ, ടൈല് പണിക്ക് വന്നയാള് വീട്ടുടമയുടെ ഭാര്യയുമായി മുങ്ങിയെന്ന്. നമുക്ക് വീട് പണിയുമ്പോൾ അയാളെ എന്തായാലും വിളിക്കണം. എൻ്റെ കടം തീർക്കാൻ അച്ഛന് വേഗം കഴിഞ്ഞില്ലേ, പക്ഷെ അതുണ്ടാക്കാൻ പെട്ട പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാമോ? 32 വല്ലു കൊണ്ടായിരുന്നതാടാ പോവേ. കൊച്ചുമോള് ദന്തിസ്റ്റിന് പഠിക്കാൻ പോയപ്പം ഇതേ ഉള്ളു മിച്ച. മൂക്ക് ഞാൻ പ്ലാസ്റ്റിക് സർജറിയിലൂടെ റെഡിയാക്കി തരാം. പ്ലാസ്റ്റിക് നിരോധിച്ചത് കൊണ്ട് ഇനി അത് നടക്കുമോ ഡോക്ടറെ? എനിക്ക് ഈ ലോകത്ത് രണ്ടാമതൊരാളെ പേടിയില്ലടോ. അപ്പോ സാറിന് ഭാര്യയെ പേടിയുണ്ട്. ആവോ, ആശ്വാസമായി. 50 പവൻ കൊടുത്താൽ എന്താ? ഇതിലെ ഗർഭിണിയുടെ വേഷം ഞാൻ ചെയ്യാം സാർ. ഇത് ഒറിജിനല്ല. കഴിഞ്ഞ സിനിമയിലെ റേപ്പ് സീനിൽ പറ്റിപ്പോയതാണ്. മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ല. എൻ്റെ കുടി നിർത്താൻ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വഴിപാട് നടത്താൻ വന്നതാ. ഇരിക്കും മുമ്പ് ഹെൽമെറ്റ് വെക്കണമെന്നാ. അതെന്താ? ഫാൻ എപ്പോഴാ താഴേക്ക് പോരുന്നതെന്ന് അറിയില്ല. നീ 1 പവൻ്റെ മാല വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കെട്ടിയവൻ്റെ മുമ്പിൽ മുക്കുമാലയാന്ന് പറഞ്ഞത് എന്താടി? അതാടി ബുദ്ധി. സ്വർണ്ണമാലയാണെന്ന് അറിഞ്ഞാൽ അങ്ങേര് പൊട്ടിച്ചോണ്ട് പോകില്ലേടി മന്ന ബുദ്ധി. കള്ളന്മാരെ പിടിക്കാൻ പോലീസുകാരില്ലേ അച്ഛാ? അവരെ വെറുതെ വിടാനുള്ള പോലീസുകാരും അവിടെ തന്നെ ഉണ്ട് മോനെ. ഒരു ദിവസമെങ്കിലും തനിക്ക് നേരത്തെ വന്നൂടേടോ? എല്ലാ 1-ാം തീയതിയും നേരത്തെ വരാറുണ്ട് സാർ. നീ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിക്കാൻ നടക്കണ കണ്ടല്ലോ. അതെ, മോഷണം നടത്താനുള്ള വീടൊക്കെ കണ്ടുവെക്കാൻ പോയതാടാ. പാട്ട് കൊള്ളാം കുഞ്ഞ്, പക്ഷെ കുറച്ച് പിച്ച് വേണോടാ കുട്ടാ. ഞാൻ അങ്ങോട്ട് വരട്ടെ അങ്കിളെ? എന്തിനാ കുട്ടാ? പിച്ച് തരാൻ. മിഠായി വിറ്റ പോലീസ് പിടിക്കുമോ? ഇല്ല. എന്നാ എൻ്റെ മോനെ പിടിച്ചു. അതെന്തിന്? ലഹരി മിഠായി വിറ്റത് കൊണ്ട്. അല്ലാതെന്ത്?